ഒരുപാട് മുൻഗാമികളായ മഹദിമാര് ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് ഫർദ. അതിന് നീ തരം താഴ്ത്തല്ലേ, അതിനെ ഒരു മറയാക്കല്ലേ, ഈ ഉമ്മത്തിനെ നാണം കെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതുപോലെയുള്ള പരിപാടികൾ നീ കാണിക്കുമ്പോ സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പഠിച്ചവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. നീ ധരിക്കുന്ന ഈ ഫർദയൊന്ന് ഊരി മാറ്റണേ മോളെ. ഈ ഫർദ ധരിച്ചുകൊണ്ട് നീ ഈ പരിപാടി കാണിക്കരുത്. ഈ വൃത്തികേടുകൾ ഈ ഫർദ ധരിച്ചുകൊണ്ട് കാണിക്കരുത്. കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു വിലയുണ്ട്. ആ ഫർദ പെങ്ങളെ ആര് ധരിച്ചതെന്നറിയോ? അല്ലാഹുവേ, മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ധരിച്ചതാ, മഹദിയായ ഫാത്തിമ ബീബി ധരിച്ചതാ, ആയിഷ ബീബി ധരിച്ചതാ, സുമയ്യ ബീബി ധരിച്ചതാ, ആസിയ ബീബി ധരിച്ചതാ, മറിയം ബീബി ധരിച്ചതാ, നഫീസത്തുൽ മിസ്രിയ ധരിച്ചതാ, മൈമൂനത്തുൽ മിസ്രിയ ധരിച്ചതാ, റാബിയത്തുൽ അദബിയ ധരിച്ചതാ. സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പഠിച്ചവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. ഈ രാജ്യത്ത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിനക്കെന്തും ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയേ ഉള്ളൂ, മോളെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എങ്ങനെ വേണമെങ്കിലും നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ, പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ, ഒരേ ഒരു കരുണ കാണിക്കണേ. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഒരുപാട് മുൻഗാമികളായ മഹദിമാര് ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് ഫർദ. അതിന് നീ തരം താഴ്ത്തല്ലേ, അതിനെ ഒരു മറയാക്കല്ലേ, ഈ ഉമ്മത്തിനെ നാണം കെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതുപോലെയുള്ള പരിപാടികൾ നീ കാണിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, നീ നാളെ ആരുടെ പുറകിൽ നിന്നാ സ്വർഗത്തിൽ പോകേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മകള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്നവളാ. ആരാണ് ഫാത്തിമയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളാരെന്നറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകല് എന്നെ, രാത്രിയിൽ എന്നെ, പകലെന്നെ കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവോ? അയാള് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തുകൊണ്ടാണ് പകല് കബറടക്കരുതെന്ന് പറയാനുള്ള കാരണമെന്താ? ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ കഫം പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണല്ലോ അലിയേ. പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ, എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് ചുമക്കുമ്പോ, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. എനിക്കത് ഇഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവോ എന്ന് പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, എങ്ങനെ കഴിയുന്ന പൊന്നുമോള്? നാണമില്ലേടാ ചെറുപ്പക്കാരാ? പിച്ച
പിച്ചക്കാരിയടാ പൈസയില്ലാത്ത പാവപ്പെട്ട മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടെങ്കിലും കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങൾ ധരിക്കുന്നത് പോലെ കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്ന ഫക്കീറായ ചെറുപ്പക്കാരാ, എടാ പൈസയില്ലാഞ്ഞിട്ടല്ലോ, വാങ്ങാൻ പണമില്ലാഞ്ഞിട്ടല്ലോ, പൈസ കൊടുത്ത് കീറിയ പാൻറ്റുമിട്ടിട്ട് നിന്റെ തുടയും നിന്റെ ഔറത്തും നാട്ടുകാർ പ്രദർശിപ്പിക്കുന്ന യുവത്വമേ, വയല് കഴിഞ്ഞിട്ട് പോകുമ്പോ റോഡിലൂടെ പോകുമ്പോ പടച്ചവനെ മുണ്ട് മടക്കി കുത്തിയിട്ട് ഔറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ, എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ, എങ്ങനെ വേണമെങ്കിലും നടക്കാ, ഈ രാജ്യത്ത് കേസില്ലല്ലോ. ഒരു പെണ്ണ് വ്യഭിചരിച്ചാ പോലും കേസില്ലാത്ത രാജ്യമല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയും ഞാൻ നന്മ പഠിപ്പിക്കാൻ വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരോടും ഞാൻ വാശി കാണിക്കുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ഖുർആനിലെ ഒരായത്ത് നീ മറക്കരുത്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളെ മറക്കല്ലേടി പൊന്നുമോള്. വിവാഹ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, ഫംഗ്ഷനുകളിലേക്ക് കടന്നു പോകുമ്പോ സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പഠിച്ചവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഒരായത്ത് ഓർത്തു വെച്ചോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്ത് മറന്നാലും ഇത് മറക്കല്ലേ, എന്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയോ? കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കുത്തിവെക്കാനുള്ള ആയത്താണ്. നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത്. ഏതായത്താ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. മറക്കല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പ. ആദം നബി സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയായി. ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശഅതുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പഴങ്ങൾ, അല്ലാഹുവേ തോട്ടങ്ങൾ, അരുവികൾ, പുഴകൾ, മനോഹരമായ സ്വർഗ്ഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു 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 നടക്കുകയാ. ഒരു ദിവസം അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. സ്വർഗത്തിൽ കിടക്കുന്ന ആദം നബി അള്ളാഹിനോട് പറയുകയാ, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ. ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോഴാ ആദം നബി പറഞ്ഞത്, ഇപ്പോഴാ റെഡിയായതെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഭാര്യയും ഭർത്താവും. സ്വർഗത്തിനേക്കാളും വലുതാ സഹോദര ദുനിയാവിലെ ജീവിതം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം തന്നെ സ്വർഗമാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന. എല്ലാരും ചോദിക്കുക, എന്തിനാ പെണ്ണ് കെട്ടണേ? പൈസക്കാണോ? അല്ലടാ. വിവാഹം കഴിക്കുന്നവന് 3 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന്, അവൻ അള്ളാഹു സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? പറയടോ, എന്ത് കിട്ടും? ഉറക്കപ്പറ, എന്ത് കിട്ടും? നിങ്ങൾ എന്താ പറയണത്? പെണ്ണ് കെട്ടിയപ്പോഴാ അത് പോയെന്ന്. കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ള പറയുന്നു. നീ പറയുന്ന ഉസ്താദെ, ഈ സാധനം എന്നാണോ എന്റെ തലയിൽ കയറിയത് അന്നത്തോടു കൂടി അത് പോയെന്ന്. ഇതാണ് നമ്മൾ പറയണ. കാരണം എന്ത്? നീ ജീവിക്കുന്നത് നോവല് നോക്കിയിട്ടാ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികൾ വായിച്ചിട്ട്, അല്ലെങ്കിൽ സീരിയലിൽ കടന്ന് അഭിനയിക്കുന്നത് പോലെ ജീവിക്കണം വെച്ചാൽ നടക്കോ? നിന്റെ പാവപ്പെട്ട അബൂബക്കർ ആക്ക എവിടെ തൂക്കിക്കൊണ്ട് പോയാലും നിന്നെ
എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ, അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമകളെ റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യാൻ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോകണം. ആഴ്ചയിൽ ഒരു ദിവസം അടുക്കളയിൽ ഒന്ന് പോയി ആ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കണം, സഹായിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അവളെ നമ്മൾ ആദരിക്കാൻ പഠിക്കും. ഭാര്യ ആദരിക്കണമെന്ന് എന്താ ഒരു കരിയണ തീവല്ലകത്തുന്നുണ്ടോ? ഭാര്യ ആദരിക്കാൻ പഠിക്കണം, പെണ്ണിനെ ആദരിക്കാൻ പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പിന്നീട് എപ്പോഴെങ്കിലും വയലു പറയാം, ഇപ്പൊ സമയമില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക മനുഷ്യരാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 3ാമത്തെ ഗുണമെന്തെന്നറിയുമോ? പടച്ചറബ്ബേ, ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയാ. പക്ഷേ അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന് തന്നെ തിരിച്ചു കൊടുക്കാൻ വല്ലാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, സഹാബാ, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിക്കണം. ആരാണ് സഹായിക്കുന്നത്? ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിക്കകത്തിരുന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. നഅം യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 100 ഒട്ടകങ്ങളും ആ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. 100 ഒട്ടകങ്ങളും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. കുറച്ചു സമയം കഴിഞ്ഞോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? ഇനി ആരാ ഉള്ളത്? നഅം യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. ആദ്യം 100 കൊടുത്തു, പിന്നെ 200 കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. പിന്നെയും ചോദിക്കുന്നു, സ്വഹാബാ, ആരുണ്ട് സഹാബാ? നഅം യാ റസൂലല്ലാഹ്, 300 കൂടെ തരാ നബിയേ. 300 കൂടെ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. സ്വഹാബികൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. അതിനും മടിയില്ലാത്ത സഹാബിയാ, അതിനും മടിയില്ലാത്ത സഹാബിയാ. അല്ലാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പിരിവ് നടത്തുമ്പോ, റസൂലുള്ള പിരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നബിയേ, 900 അവിടെന്ന് പറയുകയാണ്, 950 ഒട്ടകങ്ങളെ തരാ നബിയേ. 50 കുതിരകളെ തരാ നബിയേ. 10,000 സ്വർണ്ണ നാണയം തരാ നബിയേ. അമ്പാലിയുടെ പണത്തിന്റെ വലിപ്പം കണ്ട് ഞെളിയുന്ന മനസ്സാ. മോനെ, അവനൊന്ന് മുസ്മാൻ തങ്ങളുടെ മുന്നിൽ ആരുമായിരുന്നില്ല. 950 ഒട്ടകങ്ങള്, യഥാ 50 കുതിരകള്, 10,000-ഓളം വരുന്ന സ്വർണ്ണ നാണയം ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങൾ അങ്ങനായിരുന്നു. പടച്ചവനെ, അതാ നിങ്ങൾ ഇന്ന് മക്കത്തും മദീനത്ത് പോകുമ്പോ ഒരുപാട് കിണറുകൾ കാണുമല്ലോ. ഉസ്മാൻ തങ്ങളുടെ പേരുള്ള ഒരു കിണർ കാണുമല്ലോ. അല്ലാഹുവേ, ഒരു യഹൂദിയുടെ കയ്യിലിരുന്ന കിണറാട്, ഒരു യഹൂദിയുടെ കയ്യിലിരുന്ന കിണറാ. മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ ഈ കിണർ വാങ്ങിച്ചു കൊടുക്കുക? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എത്ര രൂപ വേണം? 35,000 വെള്ളി നാണയം എണ്ണി അങ്ങോട്ട് കൊടുത്തു.
35,000 വെള്ളി നാണയം എണ്ണിക്കൊടുത്തിട്ട് ആ മനുഷ്യൻ ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ കയ്യിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബി ആ കിണർ ഞാൻ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു, ആർക്ക് വേണമെങ്കിലും വരാം. അതാ മനസ്സ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കയും മദീനയും കഅബയൊക്കെ നമ്മൾ കഅബാലയത്തിൽ പോകുമല്ലോ, ആ കഅബയുടെ പുനർനിർമ്മാണം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആര് ചോദിച്ചോ ആ ചോദിച്ച പൈസ കൊടുത്തിട്ടാ വാങ്ങിയത്. ആ ചോദിച്ചത് എത്ര രൂപയാണോ ആ സ്ഥലത്തിന് വേണ്ടി ഉടമ ചോദിച്ച പൈസ കൊടുത്തിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കഅബാലയത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങി കൊടുത്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളെങ്ങാണ് ഒരു വട്ടം പള്ളിക്ക് 5 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കും, പണ്ട് തന്നില്ലേ? എടാ പള്ളിയുടെ പിരിവ് നടക്കുന്ന വല്ലതും താടാ, കഴിഞ്ഞ പിരിവിന് തന്നില്ലേ? തീർന്നു അതോടുകൂടി. നമുക്കങ്ങനെ ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്ന സമ്പത്ത് അല്ലാഹ്ക്ക് തന്നെ കൊടുക്കുന്ന ഒരു മനസ്സ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് എല്ലാവർക്കും കഴിയില്ല. ചിലപ്പോ കോടിക്കണക്കിന് ആസ്തിയുള്ളവന് ചിലപ്പോ അതിനുള്ള മനസ്സുണ്ടാകണമെന്നില്ല. വാടക വീട്ടിൽ കിടക്കുന്ന, അതിലെ വഴുതിന് വരുന്ന പെണ്ണുങ്ങൾ സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് ഗൾഫുകാരന്റെ ഭാര്യ സുഖിച്ചിരിക്കുമ്പോ, ഉസ്താദെ ഒരു മോതിരം എന്തിനാ? 8 ലക്ഷം കടവുണ്ട് ഉസ്താദെ, ദുആ ചെയ്യാൻ. നിനക്ക് 1 രൂപ കടവില്ല, 8 ലക്ഷം വീടിനകത്തിരിക്കുന്നുണ്ട്. നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് 10ഉം 25ഉം പവൻ നീ കെട്ടിവെച്ചിട്ടുണ്ട്. നിനക്ക് മനസ്സില്ല. പക്ഷേ കടക്കാരിയായ കീറിക്കിടക്കാൻ വീടില്ലാത്ത പെങ്ങള് തന്റെ കയ്യിൽ കിടന്ന് ദൂരിത്തരുന്നത് അതൊരു മനസ്സാ. അത് അല്ലാഹു കൊടുക്കുന്നതാ. അത് അല്ലാഹു കൊടുക്കുന്നതാ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് 1 രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യിൽ പിടിക്കും. 70 ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും, ദാരിദ്ര്യം വരും, മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, കൊറോണ വരുന്നുണ്ട്, ലോക്ക്ഡൌൺ വരും, കച്ചവടം തകർന്നു പോകും, അതുകൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് 70 ശൈത്താന്മാര് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയും. ആ 70 പേരെ തള്ളിയിട്ടാലേ നിനക്ക് 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദഖ കൊടുക്കാൻ പറ്റൂ. അത് നല്ല കാര്യത്തിന് വേണ്ടി, ഗാനമേളയ്ക്ക് കൊടുക്കാം, ഫുട്ബോൾ കളിക്ക് കൊടുക്കാം, ഫ്ലക്സ് വെക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ പത്രത്തിൽ വരുമെങ്കിൽ കൊടുക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സദഖ കൊടുക്കണമെങ്കിൽ അതിന് അല്ലാഹ് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈവ നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എന്തിനു വേണ്ടി എന്നറിയുമോ? ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഒരു 5 സെന്റ് വാങ്ങാൻ, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഇബ്ലീസ് കടന്നു വന്നു ഓരോ മനുഷ്യന്റെ ചാരത്തും, ഓരോ വ്യക്തിയുടെ ചാരത്തും ഇബ്ലീസ് കടന്നു വന്നു. 70 അല്ല 700 എണ്ണം അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കൊടുക്കല്ലേ കൊടുക്കല്ലേ. ഇന്ന് നിങ്ങൾ അവനെ പരാജയപ്പെടുത്തിയാൽ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും അവനെ പരാജയപ്പെടുത്തിയാ, പെങ്ങളെ രക്ഷപ്പെടും. പെങ്ങളെ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇന്നവരെ പരാജയപ്പെടുത്തിയ മരണസമയത്ത് നിന്നെ പിഴപ്പിക്കാൻ വരുമ്പോ അവനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വരാനിരിക്കുന്ന മാരകമായ രോഗങ്ങളും അപകടങ്ങളും ഇതൊക്കെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമല്ലോ. ക്യാൻസർ മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഏത് രോഗത്തിനും മരുന്നുണ്ട് പെങ്ങള്, ഏത് രോഗത്തിനും മരുന്നുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവര് രോഗം വന്നാ സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സത്യമല്ലേ മോളെ പറഞ്ഞത്? ഉസ്താദേ, എന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ട്, ഡോക്ടർ ടെസ്റ്റിന് അയച്ചിരിക്കുകയാ, ക്യാൻസർ ആണോ എന്നറിയാ. അപ്പൊ നിനക്ക് 500ഉം 1000ഉം കൊടുക്കാൻ മനസ്സുണ്ടല്ലോ. അപ്പൊ പടച്ചവനെ വരുന്ന ഉസ്താദേ, ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, എനിക്കൊന്നുമാകരുത്, എനിക്കൊന്നുമാകരുത്. പള്ളിക്ക് ഞാൻ 1000 തരാ, 500 തരാ. എന്തിനാ കാത്തിരിക്കുന്നത്? എന്തിനാ കാത്തിരിക്കുന്നത്? ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനോട് അറബി പറഞ്ഞിന് നാട്ടിൽ പൊക്കോ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടാ പോകുകയാണ്. പാവങ്ങളെ വീടിന്റെ മുന്നിൽ വന്ന് ചോദിച്ചപ്പോ
കൊടുക്കാത്തവർ, ജോലി നഷ്ടപ്പെടുമെന്ന് കേൾക്കുമ്പോ പള്ളിക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ലോ. എന്തിനാ കാത്തിരിക്കുന്നത്? എന്തിനാ അതുവരെ കാത്തിരിക്കുന്നത്? സദഖത്തുറത്തുൽ ബലായാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്നാണ്. ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അവർക്ക് വീട് വെക്കാനല്ല, അവർക്ക് അടിച്ചു പൊളിക്കാനല്ല, അവർക്ക് സുഖിക്കാനല്ല, അല്ലാഹുവിന്റെ പള്ളിയുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഒരു സെന്റ് ഭൂമി വാങ്ങാനോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയുമോ? അത് നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. ഏതെങ്കിലും മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം, കരൾ രോഗം, ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടോ? സദഖയുടെ ബറക്കത്ത് കൊണ്ട്